നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം ഒരു മാസം പൂർത്തിയാക്കി. ഫെബ്രുവരി 28-നാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനിലേക്ക് ആക്രമണം തുടങ്ങിയത്. വെറും ഒരാഴ്ച കൊണ്ട് ഇറാന്റെ കഥ കഴിക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞും ഇറാൻ പിടിച്ചു നിൽക്കുന്നു. ഇറാന്റെ ആയുധ ശേഖരത്തിൽ ഇനിയും മിസൈലുകൾ ബാക്കിയുണ്ടോ എന്ന അങ്കലാപ്പിലാണ് ലോകം. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ കേരളത്തിന്റെ അടുക്കള വരെ എത്തി. ഇന്ധനക്ഷാമം രൂക്ഷമാകുന്നു. എല്ലാ രാജ്യങ്ങളിലും ഗ്യാസിനും ഇന്ധനത്തിനും ക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇസ്ലാമാബാദ് ഇനീഷ്യേറ്റീവ് ഫലം കാണുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ മുഖേന അമേരിക്കയുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് ഇറാൻ തത്വത്തിൽ സമ്മതം മൂളിയതായാണ് വിവരം. മേഖലയിലെ സംഘർഷങ്ങളിൽ താൽക്കാലിക വെടിനിർത്തലോ അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ നിന്ന് ഒരു ഇടവേളയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമാബാദിൽ മാർച്ച് 29-30 തീയതികളിലായി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചേരുന്നതിന് 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്നും ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടികൾ നടത്തില്ലെന്ന് ഉറപ്പു നൽകണമെന്നുമാണ് ഇറാന്റെ പ്രാഥമിക ആവശ്യം. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി എന്നീ 4 രാജ്യങ്ങളിൽ നിന്നും ഇറാൻ സുരക്ഷാ ഉറപ്പുകൾ തേടിയിട്ടുണ്ട്. രാജ്യം ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ സജീവമായി ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഈ രാജ്യങ്ങളുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനവും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാര തടസ്സങ്ങളും പരിഗണിക്കുമ്പോൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഇവർക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചേക്കും. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി വിശദമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പിരിമുറുക്കം കുറയ്ക്കുന്നതിനും സുരക്ഷാ ഉറപ്പുകൾ ഉണ്ടാക്കുന്നതിനും പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കൂടാതെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാബ്ദാർ, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും കൂടിക്കാഴ്ചയുടെ അജണ്ടയെക്കുറിച്ച് ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. 4 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ നിബന്ധനകളും മധ്യസ്ഥതയ്ക്കുള്ള റോഡ് മാപ്പും പ്രധാന വിഷയമാകും. അമേരിക്കയിൽ നിന്ന് കൃത്യമായ ഉറപ്പുകൾ വാങ്ങാൻ ഈ ഗ്രൂപ്പിന് സാധിച്ചാൽ ഉടൻ തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഇറാൻ ഇതിനോടകം തന്നെ മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള ചർച്ചകളെക്കുറിച്ച് ഇറാൻ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇസ്ലാമാബാദ് ചർച്ചകളുടെ ഫലമനുസരിച്ച് മാർച്ച് 31-നും ഏപ്രിൽ 7-നും ഇടയിൽ നിർണായകമായ നയതന്ത്ര വഴിത്തിരിവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇറാന്റെ അടിസ്ഥാനപരമായ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടാൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. യുദ്ധം അവസാനിപ്പിക്കുമെന്ന സൂചന വരുമ്പോഴും യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. പ്രമുഖ ഇറാൻ പത്രമായ ടെഹ്റാൻ ടൈംസിലൂടെ രാജ്യം US-ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന വാർത്തയിൽ ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലാകും മടങ്ങിപ്പോവുക എന്ന കടുത്ത ശാസനയാണ് ഉള്ളത്. പശ്ചിമേഷ്യയിലേക്ക് 10,000-ഓളം അധിക സൈനികരെ വിന്യസിക്കാൻ US ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ വാചകം വന്നിട്ടുള്ളത്. മേഖലയിൽ ഒരു കരസേന ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ കൂടി വന്നതോടെ തീരുമാനം ഇറാൻ കടുപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് US വാദിക്കുമ്പോഴും ഇറാന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് പെന്റഗണിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. പ്രധാന എണ്ണ കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് സമീപം സൈനികരെ വിന്യസിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇന്നലെയും GCC രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ടെഹ്റാന് നേരെ ഏറ്റവും കനത്ത ആക്രമണം ഇന്നലെയാണ് നടന്നത്. 700-ലധികം സ്ഥലങ്ങളിലേക്ക് നിർത്താതെ തീമഴ പെയ്യിച്ചിട്ടുണ്ട് ഇസ്രായേൽ. 1551 പേരാണ് ഇതുവരെ ഇറാനിൽ കൊല്ലപ്പെട്ടത്. അതിൽ 236 പേർ കുട്ടികളുമാണ്. ഇറാനിൽ, പ്രത്യേകിച്ച് ടെഹ്റാനിൽ അക്ഷരാർത്ഥത്തിൽ തീത്തുപ്പുക തന്നെയാണ് ഇസ്രായേൽ. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തി. ലെബനനിൽ 3 മാധ്യമപ്രവർത്തകരും 1 സൈനികനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. വെള്ളിയാഴ്ച സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ആക്രമണം നടത്തിയത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ചർച്ച നടത്തി.
ഇതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തുർക്കി, സൗദി വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുന്നുണ്ട്. എങ്കിലും ഉടനടി ഒരു സമാധാന ഉടമ്പടിക്ക് സാധ്യത കുറവാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ ഇറാൻ ഇപ്പോഴും തളർന്നിട്ടില്ല. ഇറാന്റെ സഹായത്തിന് ഹൂതികൾ എത്തിയിട്ടുണ്ട്. അവർ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ബാബേൽ മന്ദേബ് പിടിച്ചെടുക്കുമെന്നാണ് ഹൂതികളുടെ വെല്ലുവിളി. ഹോർമുസിനൊപ്പം ബാബേൽ മന്ദേബ് കൂടി അടച്ചാൽ ഇന്ധനക്ഷാമം അതിന്റെ ഉച്ചസ്ഥായിയിലാകും. ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2ാം തവണയാണ് ഇസ്രയേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് തങ്ങൾ തിരിച്ചടി തുടരുമെന്നും ഹൂതികളുടെ മുന്നറിയിപ്പിൽ പറയുന്നു. ഇറാൻ അനുകൂല ഹൂതികൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളായതോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശനിയാഴ്ചയാണ് ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ച് ഹൂതികൾ ആദ്യമായി യുദ്ധത്തിൽ പങ്കാളികളായത്. വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. ചർച്ചയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ദിവസം കൂടി ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ ആക്രമണം തുടർന്നതാണ് ഹൂതികളെ പ്രകോപിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ഇറാനു നേരെയുള്ള സൈനിക നടപടി തുടർന്നാൽ വരും ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഹൂതികളുടെ അറിയിപ്പ്. ഇറാനെതിരായ അധിനിവേശ നീക്കം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു. അതേസമയം ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയത്. ഇറാനെതിരായ സൈനിക നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതുമല്ല. ഇതിനിടെ മധ്യപൂർവ്വ ദേശത്തെ US ഇസ്രയേൽ സർവകലാശാലകൾ ലക്ഷ്യമിടുന്നു എന്ന മുന്നറിയിപ്പുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡും രംഗത്തെത്തി. US ഇസ്രയേൽ സഖ്യം ഇറാനിലെ സർവകലാശാലകൾ ആക്രമിച്ചതിനു പിന്നാലെയാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കരയുദ്ധം എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനായുള്ള ഒരുക്കങ്ങളും മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമമായ ദി വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പൂർണ്ണമായ സൈനിക നീക്കമായിരിക്കില്ല എന്നും പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളായിരിക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഖാർഗ ദ്വീപിലും ഹോർമൂസ് കടലിടുക്കിലും സൈനിക നീക്കം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെന്റഗന്റെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുമോ എന്ന് വ്യക്തമല്ല. പ്രദേശത്തേക്ക് കൂടുതൽ സൈനികരെ US വിന്യസിച്ചിട്ടുണ്ട്. USS ട്രിപ്പോളി യുദ്ധക്കപ്പലിൽ 3500 US സൈനികർ മേഖലയിൽ എത്തിക്കഴിഞ്ഞതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇറാന്റെ ആക്രമണം ഇപ്പോഴും തുടരുന്നു. ഇസ്രയേലിലെ റഡാർ കേന്ദ്രം ഉൾപ്പെടെ വിവിധ വ്യവസായ കേന്ദ്രങ്ങൾ തകർത്തതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. കൂടാതെ US-ന്റെ MQ-9 നിരീക്ഷണ ഡ്രോൺ വെടിവെച്ചിട്ടതായും F-16 യുദ്ധവിമാനത്തെ ആക്രമിച്ചതായും ഇറാൻ അറിയിപ്പിൽ വ്യക്തമാക്കി. ഇതിനിടെ പശ്ചിമേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ റഷ്യ ഇറാന് കൈമാറിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US-UK സംയുക്ത സൈനിക കേന്ദ്രമായ ഡീഗോഗാഷിയുടെ വിവരങ്ങൾ മാർച്ച് 24-ന് റഷ്യ ഇറാന് കൈമാറിയതായി സെലൻസ്കി പറഞ്ഞു. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെയും വിവിധ രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ചിത്രങ്ങളും പകർത്തി നൽകിയതായും സെലൻസ്കിയുടെ ആരോപണമുണ്ട്. മേഖലയിൽ കരസേനാ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ കൂടി വന്നതോടെ തീരുമാനം ഇറാൻ കടുപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് US വാദിക്കുമ്പോഴും ഇറാന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് പെന്റഗണിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ അറിയിച്ചു. മലയാളി വാർത്ത ഇൻസൈഡ്.